ഈ ആളൂർ എവിടെയെങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഈ ആളൂർ അപ്പിയർ ചെയ്തിട്ടുള്ള കേസുകളിൽ എത്രയധികം കേസുകൾ തോറ്റിട്ടുണ്ട്? എത്രയധികം കേസുകൾ തോറ്റിട്ടുണ്ട്? ഇനി നിങ്ങൾക്കറിയാത്ത മറ്റൊരു വസ്തുത കൂടെ അറിയാം. ആളൂർക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരാളാണ്. അദ്ദേഹം വളരെ പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു അഭിഭാഷകൻ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ എക്സൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ ഈ ഒരു മാർഗത്തിൽ, അല്ല സാൻമാർഗിക മാർഗമൊന്നുമല്ല, നിയമപരമായിട്ടുള്ള മാർഗത്തിലൂടെ പോകാൻ വേണ്ടി പറ്റും എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം നോക്കിയിട്ടുള്ളത്. മാത്രമല്ല, നിങ്ങൾക്കറിയാത്ത മറ്റൊരു വസ്തുതയുണ്ട്. ഇദ്ദേഹം പ്രതിഭാഗത്തിന് വേണ്ടി മാത്രമല്ല നാളിതുവരെ വാദിച്ചുകൊണ്ടിരുന്നത്. ഇദ്ദേഹം പ്രോസിക്യൂട്ടർ ആയിരുന്നല്ലേ, സർക്കാരിന്റെ പൂനെയിലെ പ്രോസിക്യൂട്ടർ ആയിരുന്നു ഇദ്ദേഹം. ഏകദേശം എനിക്ക് തോന്നുന്നു 4-5 വർഷക്കാലം വാദിക്ക് വേണ്ടി മാത്രം, വാദിഭാഗത്തിന് വേണ്ടി മാത്രം വാദിച്ചുകൊണ്ടിരുന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു പൂനെയിൽ ഇദ്ദേഹം. അപ്പം പൊതുജനം അറിയാത്ത പല കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഒരു സർക്കാർ വക്കീലൊക്കെ ആയിട്ട് ഇത്തരം നീചനും ക്രൂരനുമായിട്ടുള്ള ഒരു വക്കീലിനെയൊക്കെ അവിടുത്തെ പൂനെയിലെ മഹാരാഷ്ട്രയിലെ സർക്കാർ നിയമിക്കുന്നത്? അപ്പൊ നിങ്ങൾ കാണുന്ന ഒരു ഡാർക്ക് സൈഡ് എന്ന് പറയുന്നത് ഈ വിക്ടിംസിനോടുള്ള നിങ്ങളുടെ അതിവൈകാരികത. ഇയാളാണ് പ്രതി എന്ന് നിങ്ങൾ നേരത്തെ മീഡിയ ഡിസ്കഷനിലൂടെയും മീഡിയ ട്രയലിലൂടെയും ഒക്കെ നിങ്ങളുടെ പൊതുബോധം ഇയാൾ പ്രതിയാണ് എന്നൊക്കെ ഉറച്ച് വിശ്വസിക്കുന്ന ഒരു ഭാഗം. ഇത്രയും ഭാഗം കൂടെ ചേരുമ്പം കല്ലെറിഞ്ഞു കൊല്ലും, അയാൾക്ക് വേണ്ടി വാദിക്കാൻ വന്നവർ പോലും കല്ലെറിഞ്ഞു കൊല്ലും എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായി.